ഒരു വീട്ടമ്മയുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നാം. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടുപണികൾ ചെയ്യുന്നു, കുടുംബത്തെ നോക്കുന്നു, കുട്ടികളെ പരിപാലിക്കുന്നു, ഭർത്താവിനെയും മാതാപിതാക്കളെയും ബന്ധുക്കളെയും ശ്രദ്ധിക്കുന്നു, എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കുന്നു, എല്ലാവരുടെയും ആവശ്യങ്ങൾ ഓർക്കുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു വീട്ടിലെ സമാധാനം തകരാൻ ചിലപ്പോൾ ഒരു വലിയ പ്രശ്നം പോലും ആവശ്യമില്ലെന്ന്? ഒരു തെറ്റായ വാക്ക് മതി, ഒരു തെറ്റായ വ്യക്തിയോട് പറഞ്ഞ രഹസ്യം മതി, ഒരു ചെറിയ സാമ്പത്തിക അശ്രദ്ധ മതി, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചെടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം മതി. അതിലും അതിശയകരമായ കാര്യമെന്താണെന്നറിയാമോ? വീട്ടിലെ പല പ്രശ്നങ്ങളും സംഭവിച്ചതിനു ശേഷം മാത്രമാണ് നമ്മൾ അവയുടെ കാരണം മനസ്സിലാക്കുന്നത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം ചാണക്യനായിരുന്നു. ചാണക്യന്റെ ചിന്തകൾ രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും യുദ്ധതന്ത്രങ്ങൾക്കും മാത്രം വേണ്ടിയുള്ളതല്ല. മനുഷ്യരെ എങ്ങനെ വായിക്കണം, ആരെ വിശ്വസിക്കണം, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം, സമ്പത്തെങ്ങനെ സംരക്ഷിക്കണം, സ്വന്തം ദൗർബല്യങ്ങൾ എങ്ങനെ മറച്ചുവെക്കണം എന്നിങ്ങനെയുള്ള ജീവിതത്തിന്റെ വളരെ പ്രായോഗികമായ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് പ്രയോജനപ്പെടുന്ന 12 ചാണക്യസൂത്രങ്ങളാണ്. പക്ഷേ ഇത് വെറും 12 ഉപദേശങ്ങളുടെ പട്ടികയല്ല. കാരണം ഓരോ സൂത്രത്തിനും പിന്നിൽ ഒരു വലിയ ജീവിതസത്യമുണ്ട്. നിങ്ങൾ ഇതുവരെ നല്ലവളായിരിക്കുക എന്നതാണ് കുടുംബത്തിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള ഏക മാർഗമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഈ കഥയുടെ അവസാനം നിങ്ങളുടെ ആ ചിന്ത മാറിയേക്കാം. കാരണം ചിലപ്പോൾ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ആദ്യത്തെ സൂത്രം അതുകൊണ്ടുതന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1. എല്ലാവരോടും നല്ലവളായിരിക്കുക, പക്ഷേ എല്ലാവരെയും വിശ്വസിക്കരുത്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. പക്ഷേ ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ ഇതിന്റെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതുണ്ടോ? ഭർത്താവിനോടുള്ള പ്രശ്നങ്ങൾ അയൽക്കാരിയോട് പറയേണ്ടതുണ്ടോ? കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി ബന്ധുക്കളോട് വിശദീകരിക്കേണ്ടതുണ്ടോ? കുട്ടികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഓരോ പരിചയക്കാരോടും പങ്കുവെക്കേണ്ടതുണ്ടോ? പലപ്പോഴും നമ്മൾ രഹസ്യം പങ്കുവയ്ക്കുന്നത് ദോഷം ചെയ്യാനല്ല, മനസ്സിലെ ഭാരം കുറയ്ക്കാനാണ്. അവൾ എന്റെ സുഹൃത്തല്ലേ, അവൾക്ക് എന്നെ മനസ്സിലാകും, ഞാൻ പറഞ്ഞത് അവൾ ആരോടും പറയില്ല. പക്ഷെ പ്രശ്നം അവിടെയാണ്. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നതും ആ വ്യക്തി നമ്മുടെ വിശ്വാസത്തിന് അർഹനാണോ എന്നതും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. ഒരു വീട്ടമ്മയ്ക്ക് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ ബലഹീനതകൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിനുള്ളിലെ തർക്കങ്ങൾ എന്നിവയെല്ലാം അറിയാം. അതുകൊണ്ട് അവൾക്കുള്ള അറിവ് തന്നെ ഒരു ശക്തിയാണ്. പക്ഷേ ആ അറിവ് തെറ്റായ ആളുകളുടെ കയ്യിലെത്തിയാൽ അതേ ശക്തി ദൗർബല്യമായി മാറും. ചാണക്യന്റെ ചിന്തയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ക്രൂരതയല്ല, വിവേകമാണ്. എല്ലാവരോടും ചിരിക്കുക, എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുക. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ വാതിൽ എല്ലാവർക്കും തുറന്നിടരുത്. കാരണം വീട്ടിലെ വാതിലിനൊരു പൂട്ടുണ്ടെങ്കിൽ മനസ്സിനും ചില വാതിലുകൾക്ക് പൂട്ടുണ്ടാകണം. പക്ഷെ ഇവിടെ ഒരു ചോദ്യം ഉയരും. അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അതിനുള്ള ഉത്തരം 2ാമത്തെ സൂത്രത്തിലാണ്. 2. ഒരാളുടെ വാക്കുകളേക്കാൾ അയാളുടെ പെരുമാറ്റത്തെ വിശ്വസിക്കുക. മനുഷ്യർ വാക്കുകളിൽ വളരെ നല്ലവരായിരിക്കും. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്, നീ എന്നെ വിശ്വസിക്കാം. ഇവ കേൾക്കാൻ മനോഹരമായ വാക്കുകളാണ്. പക്ഷേ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അവൻ പറയുന്നതിലല്ല, അവൻ ആവർത്തിച്ച് ചെയ്യുന്നതിലാണ്. നിങ്ങൾ വിഷമത്തിലായപ്പോൾ ആരാണ് നിങ്ങളോടൊപ്പം നിന്നത്? നിങ്ങളുടെ വിജയത്തിൽ ആരാണ് സന്തോഷിച്ചത്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് പോലും നിങ്ങളെ ബഹുമാനിച്ചവർ ആരാണ്? നിങ്ങൾക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുന്നവർ ആരാണ്? ഇവിടെയാണ് ചാണക്യന്റെ മനുഷ്യനിരീക്ഷണം പ്രസക്തമാകുന്നത്. ഒരാളെ ഒരു ദിവസം നോക്കി വിലയിരുത്തരുത്. അവന്റെ സ്വഭാവം സമയം കൊണ്ട് പരിശോധിക്കപ്പെടട്ടെ. ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് രഹസ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ രഹസ്യവും അവൻ മറ്റൊരാളോട് പറയില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പാക്കാനാകും? ഇത് സംശയാസ്പദമായ ജീവിതം നയിക്കണമെന്ന് പറയുന്നതല്ല, പകരം വിശ്വാസം സൗജന്യമായി വിതരണം ചെയ്യരുത് എന്നതാണ് സന്ദേശം. കാരണം വിശ്വാസം ഒരിക്കൽ തകർന്നാൽ ബന്ധം പഴയതുപോലെയാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇനി 3ാമത്തെ സൂത്രം. 3. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാക്കുക. പണത്തെക്കുറിച്ച് അറിവില്ലാത്തവളായി തുടരരുത്. വീട്ടമ്മയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് പലപ്പോഴും അവൾ തന്നെ തിരിച്ചറിയാത്തൊരു കഴിവാണ്. അത് പണത്തെക്കുറിച്ചുള്ള ബോധമാണ്. ചാണക്യന്റെ ചിന്തയിൽ സമ്പത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ അതിനെ സംരക്ഷിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. ചില വീടുകളിൽ പണം സമ്പാദിക്കുന്നത് ഒരാളായിരിക്കും,
പക്ഷേ ആ പണം എവിടേക്ക് പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് മുഴുവൻ കുടുംബത്തെയും ബാധിക്കും. വീട്ടുചെലവ് എത്ര? കടം എത്ര? മാസത്തിലെ സ്ഥിരച്ചെലവുകൾ എന്തൊക്കെ? സേവിങ്സ് എത്ര? അത്യാവശ്യ സാഹചര്യത്തിനായി മാറ്റിവെച്ച പണം എവിടെയാണ്? ഇവ അറിയാത്ത ഒരാൾ സാമ്പത്തികമായി സുരക്ഷിതനാണെന്ന് പറയാനാകുമോ? ഒരു ദിവസം വരുമാനം കുറയാം, ഒരു അപ്രതീക്ഷിത ചെലവ് വരാം, ഒരു ജോലി നഷ്ടപ്പെടാം, ഒരു ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാം. അപ്പോൾ കുടുംബത്തെ രക്ഷിക്കുന്നത് ഭാഗ്യം മാത്രമല്ല, മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പാണ്. വീട്ടമ്മയ്ക്ക് സാമ്പത്തിക വിദ്യാഭ്യാസം ആവശ്യമില്ലെന്ന് കരുതുന്നത് പഴയൊരു തെറ്റായ ധാരണയാണ്. പണം എങ്ങനെ സമ്പാദിക്കാം എന്നത് മാത്രമല്ല, പണം എങ്ങനെ സംരക്ഷിക്കാം എന്നതും അറിയണം. പക്ഷേ ഇതോടെ കഥ അവസാനിക്കുന്നില്ല. കാരണം പണത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് പോലും മറ്റൊരു അപകടമുണ്ട്. അത് 4ാമത്തെ സൂത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. 4. ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ പല സാമ്പത്തിക പ്രശ്നങ്ങളും വലിയ വരുമാനം ഇല്ലാത്തതിനാൽ മാത്രം ഉണ്ടാകുന്നതല്ല, ആവശ്യത്തിനപ്പുറം ചെലവഴിക്കുന്നതിനാലും ഉണ്ടാകുന്നു. ഒരു പുതിയ വസ്ത്രം വേണമെന്ന് തോന്നുന്നു, പുതിയ ഫോൺ വേണമെന്ന് തോന്നുന്നു, വീട്ടിലുള്ളതിലും കൂടുതൽ അലങ്കാര സാധനങ്ങൾ വാങ്ങണം എന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് സ്വന്തം ജീവിതത്തിലും അതേ സൗകര്യങ്ങൾ വേണമെന്ന് തോന്നുന്നു. ഇവയിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ചോദ്യം ചോദിക്കണം: ഇത് എനിക്ക് ശരിക്കും ആവശ്യമാണോ, അതോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുണ്ടായ ആഗ്രഹമാണോ? ഈ ഒരു ചോദ്യം തന്നെ ഒരുപാട് പണം സംരക്ഷിക്കും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് കൂടുതൽ അപകടകരമാണ്. മറ്റൊരാളുടെ വീട്ടിലെ മനോഹരമായ അലങ്കാരം കാണുന്നു, മറ്റൊരാളുടെ യാത്ര കാണുന്നു, മറ്റൊരാളുടെ ജീവിതശൈലി കാണുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതം കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കഥയല്ല. നമ്മൾ കാണുന്നത് തെരഞ്ഞെടുത്ത ചില നിമിഷങ്ങൾ മാത്രം. അതിനാൽ മറ്റുള്ളവരുടെ പ്രദർശനവുമായി സ്വന്തം യാഥാർത്ഥ്യത്തെ താരതമ്യം ചെയ്യരുത്. ഇനി 5ാമത്തെ സൂത്രം. 5. വീട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിങ്ങളെത്തന്നെ നഷ്ടപ്പെടുത്തരുത്. ഇത് വീട്ടമ്മമാരുടെ ജീവിതത്തിലെ ഏറ്റവും നിശബ്ദമായ പ്രശ്നങ്ങളിലൊന്നാണ്. അവൾ എല്ലാവരുടെയും ഭക്ഷണം നോക്കും, എല്ലാവരുടെയും വസ്ത്രം നോക്കും, കുട്ടികളുടെ പഠനം നോക്കും, വീട്ടിലെ ആവശ്യങ്ങൾ നോക്കും. ആരെങ്കിലും വിഷമിച്ചാൽ അവൾ ഓടിയെത്തും. പക്ഷെ ഒരു ദിവസം അവൾ തന്നെ ക്ഷീണിച്ചിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയാൻ കഴിയുമോ? അവൾക്ക് അവകാശമുണ്ടോ? തീർച്ചയായും. സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വാർത്ഥതയല്ല. സ്വയം സംരക്ഷിക്കാതെ മറ്റുള്ളവരെ ദീർഘകാലം സംരക്ഷിക്കാൻ കഴിയില്ല. ഒരു വിളക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നു, പക്ഷേ എണ്ണ തീർന്നാൽ അത് തെളിയുകയില്ല. അതുപോലെ തന്നെ മനസ്സും ശരീരവും നിരന്തരം തളർത്തിക്കൊണ്ട് ഒരു കുടുംബത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തം സമയം, സ്വന്തം പഠനം, സ്വന്തം വിശ്രമം, സ്വന്തം സ്വപ്നങ്ങൾ എന്നിവയ്ക്കും സ്ഥാനം നൽകണം. ഒരു നല്ല വീട്ടമ്മ എന്നത് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾ മാത്രമല്ല, സ്വന്തം ജീവിതത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാളാണ്. ഇനി 6ാമത്തെ സൂത്രം. 6. കോപത്തിൽ തീരുമാനമെടുക്കരുത്. കുടുംബബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന വാക്കുകൾ പലപ്പോഴും കോപത്തിന്റെ നിമിഷത്തിലാണ് പുറത്തുവരുന്നത്. ഒരു വഴക്ക്, ഒരു ആരോപണം, ഒരു പഴയ സംഭവം വീണ്ടും പുറത്തെടുക്കുന്നു. പിന്നൊരു വാക്ക്, അത് തിരികെ എടുക്കാൻ കഴിയില്ല. അടുത്ത ദിവസം മനസ്സ് ശാന്തമായാൽ നമ്മൾ ചിന്തിക്കും, ഞാനത് പറയേണ്ടിയിരുന്നില്ല. പക്ഷേ വാക്കുകൾക്ക് തിരിച്ചുപോകാൻ വഴിയില്ല. ചാണക്യന്റെ തന്ത്രബോധത്തിൽ നിന്ന് ഒരു പ്രധാന പാഠം ഇവിടെ ലഭിക്കുന്നു. യുദ്ധത്തിൽ ഓരോ നീക്കവും ആലോചിച്ചാണ് നടത്തുന്നത്. ജീവിതത്തിലും അതുപോലെ. കോപമുയരുമ്പോൾ ഉടൻ പ്രതികരിക്കേണ്ടതില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കുക തന്നെ ഏറ്റവും ബുദ്ധിമാനായ മറുപടിയാണ്. പക്ഷെ ശ്രദ്ധിക്കുക, മിണ്ടാതിരിക്കുക എന്നത് എല്ലാ അനീതിയും സഹിക്കുക എന്നല്ല. അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ സംസാരിക്കാൻ സ്വയം നിയന്ത്രിക്കുക എന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടോ? ഈ വീഡിയോയിലെ ചിന്തകൾ നിങ്ങൾക്കിതുവരെ ഇഷ്ടമായെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഊർജം. ഇനി കഥ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. 7ാമത്തെ സൂത്രം ഇതാണ്. 7. സ്വന്തം രഹസ്യങ്ങൾ സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും മറ്റുള്ളവർ അറിയേണ്ടതില്ല. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, കുടുംബത്തിന്റെ പദ്ധതികൾ, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ സ്വപ്നങ്ങൾ, ഇവയെല്ലാം എല്ലാവരോടും പറയേണ്ടതുണ്ടോ? ഇല്ല. ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുമ്പോഴാണ് വളരുന്നത്. അത് ദിവസവും പുറത്തെടുത്തു നോക്കിയാൽ അത് വളരുമോ? അതുപോലെ തന്നെ ചില സ്വപ്നങ്ങൾക്കും നിശ്ശബ്ദത ആവശ്യമുണ്ട്. പലരും നിങ്ങളുടെ സ്വപ്നത്തെ പരിഹസിക്കാം,
ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താം. മറ്റു ചിലർ നിങ്ങളുടെ പദ്ധതിയെ ഉപയോഗിച്ച് നിങ്ങളെ തടയാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഒരു ലക്ഷ്യം നേടുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കേണ്ടതില്ല. ആദ്യം പ്രവർത്തിക്കുക. ഫലം സംസാരിക്കട്ടെ. ഇനി 8ാമത്തെ സൂത്രം. 8. ബന്ധങ്ങളിൽ സ്നേഹം വേണം, പക്ഷേ അതിരുകളും വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമാണ്. ചിലർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും ഇടപെടാൻ തുടങ്ങും. നിനക്കത് ചെയ്യാൻ പാടില്ല, അവളോട് സംസാരിക്കരുത്, നീ എവിടെ പോകണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിന്റെ പണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ പറയും. ഇത് സ്നേഹമാണോ അല്ലെങ്കിൽ നിയന്ത്രണമാണോ? ഇവ രണ്ടും ചിലപ്പോൾ പുറത്തുനിന്ന് ഒരുപോലെ തോന്നാം. അതിനാൽ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കരുത്, അവൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ എന്നും നോക്കണം. ബഹുമാനമില്ലാത്ത സ്നേഹം കാലക്രമേണ ഭാരമായി മാറാം. ഒരു ആരോഗ്യകരമായ ബന്ധത്തിൽ സ്നേഹത്തോടൊപ്പം വ്യക്തിപരമായ അതിരുകളും ഉണ്ടായിരിക്കും. ഇതെനിക്കിഷ്ടമല്ല, ഇത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഇതിനെനിക്ക് സമയം വേണം, ഇത് എന്റെ സ്വകാര്യ കാര്യമാണ്. ഇത്തരം വാക്കുകൾ പറയാൻ പഠിക്കുന്നത് ബന്ധം തകർക്കാനല്ല, സ്വന്തം വ്യക്തിത്വം സംരക്ഷിക്കാനാണ്. ഇനി 9ാമത്തെ സൂത്രം. 9. ആരെയും താഴ്ത്തിക്കാണിക്കരുത്, പക്ഷേ നിങ്ങളെയും ആരും താഴ്ത്താൻ അനുവദിക്കരുത്. ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമാണെന്ന് തോന്നാം, പക്ഷേ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന വ്യത്യാസമാണിത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക. വീട്ടുജോലി ചെയ്യുന്ന ആളെ ബഹുമാനിക്കുക, തൊഴിലാളിയെ ബഹുമാനിക്കുക, ബന്ധുക്കളെ ബഹുമാനിക്കുക, കുട്ടികളെയും ബഹുമാനിക്കുക. പക്ഷേ അതേസമയം നിങ്ങളെ അപമാനിക്കുന്നത് സഹിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. വീട്ടമ്മയല്ലേ, എന്താണ് ചെയ്യുന്നത്? നിനക്ക് സ്വന്തമായി വരുമാനമില്ലല്ലോ, നിനക്കൊന്നും അറിയില്ല. ഇത്തരം വാക്കുകൾ പല സ്ത്രീകളും വർഷങ്ങളോളം കേൾക്കാറുണ്ട്. പക്ഷേ ഒരു വീട്ടിനെ നടത്തുക എന്നത് അദൃശ്യമായ ഒരു ജോലിയാണ്. അതിന്റെ മൂല്യം ശമ്പള സ്ലിപ്പിൽ കാണാനാകില്ല. കുട്ടികളുടെ വളർച്ചയിൽ കാണാം, കുടുംബത്തിന്റെ സ്ഥിരതയിൽ കാണാം, വീട്ടിലെ ഓരോ ദിവസവും ക്രമത്തിലാക്കുന്നതിൽ കാണാം. അതുകൊണ്ട് സ്വന്തം മൂല്യം മറ്റൊരാളുടെ വാക്കുകൾ കൊണ്ട് അളക്കരുത്. ഇനി 10ാമത്തെ സൂത്രം. 10. പഠനം ഒരിക്കലും നിർത്തരുത്. പ്രായം കൂടിയെന്ന് പറഞ്ഞ് പഠനം അവസാനിക്കുന്നില്ല. വീട്ടമ്മയായെന്ന് പറഞ്ഞ് പഠനം അവസാനിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് പഠനം അവസാനിക്കുന്നില്ല. കുട്ടികൾ വളർന്നെന്ന് പറഞ്ഞും പഠനം അവസാനിക്കുന്നില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യ മാറുന്നു, സാമ്പത്തിക സംവിധാനം മാറുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികൾ മാറുന്നു, ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു, ഡിജിറ്റൽ ബാങ്കിംഗ് വളരുന്നു, പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു, പുതിയ അപകടങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം ലോകത്ത് അറിവില്ലായ്മ ഒരു ദൗർബല്യമാണ്. അതിനാൽ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കുക, ഡിജിറ്റൽ സുരക്ഷ പഠിക്കുക, ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുക, നിയമപരമായ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുക, പുതിയ കഴിവുകൾ പഠിക്കുക. കാരണം ഒരിക്കൽ നിങ്ങളെ ആശ്രയിച്ചിരുന്ന കുടുംബാംഗങ്ങൾ പോലും നാളെ നിങ്ങളുടെ അറിവിനെയാണ് ആശ്രയിക്കുക. ഇനി 11ാമത്തെ സൂത്രം. 11. പ്രശ്നം വന്നപ്പോൾ കരയുന്നതിനു മുമ്പ് കാരണം കണ്ടെത്തുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, അത് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രശ്നത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് വ്യത്യാസം സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന്, വീട്ടിൽ പണം കുറയുന്നു. ചിലർ പറയും, നമ്മുടെ ഭാഗ്യം മോശമാണ്. പക്ഷേ ഒരു ബുദ്ധിമാനായ വ്യക്തി ചോദിക്കും, പണം എവിടെയാണ് പോകുന്നത്? വീട്ടിൽ നിരന്തരം വഴക്കാണ്. അപ്പോൾ ചോദിക്കണം, യഥാർത്ഥ പ്രശ്നം എന്താണ്? കുട്ടി പഠിക്കുന്നില്ല. അപ്പോൾ ചോദിക്കണം, അവന് പഠിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം മാറുമ്പോൾ പരിഹാരവും മാറും. ആരാണ് കുറ്റക്കാരൻ എന്ന ചോദ്യത്തിൽ നിന്ന് എന്താണ് കാരണം എന്ന ചോദ്യത്തിലേക്ക് മാറുക. ഇതാണ് പ്രശ്നപരിഹാരത്തിന്റെ തുടക്കം. പക്ഷെ ഇനി അവസാനത്തെയും ഏറ്റവും ശക്തമായ സൂത്രത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് നിൽക്കാം. കാരണം 12ാമത്തെ സൂത്രം മറ്റെല്ലാ സൂത്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് പണം സംരക്ഷിക്കാം, രഹസ്യങ്ങൾ സംരക്ഷിക്കാം, കുടുംബത്തെ സംരക്ഷിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അപൂർണമാണ്. 12. സ്വന്തം മനസ്സിനെ മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കരുത്. ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചു, നിങ്ങളുടെ ദിവസം മുഴുവൻ നശിച്ചു. ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചു, നിങ്ങളുടെ ആത്മവിശ്വാസം തകർന്നു. ആരെങ്കിലും നിങ്ങളെ താരതമ്യം ചെയ്തു, നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങി. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിലാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ.
കാരണം പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ വീണ്ടും വാങ്ങാം. ഒരവസരം നഷ്ടപ്പെട്ടാൽ മറ്റൊരവസരം വരാം. പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകിയാൽ ഓരോ ദിവസവും അവന്റെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സമാധാനം. അതിനാൽ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണം എന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. എല്ലാവരും നിങ്ങളോട് യോജിക്കണമെന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? നിങ്ങളുടെ തീരുമാനങ്ങൾ ചിന്തിച്ചെടുത്തതാണോ? നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിതമാണോ? നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാണോ? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ദിശയുണ്ടോ? ഇവയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ. ഇവിടെ ഒരു വലിയ സത്യം പുറത്തുവരുന്നു. ഒരു വീട്ടമ്മയുടെ ശക്തി അവൾ എത്ര കാര്യങ്ങൾ സഹിക്കുന്നു എന്നതിൽ അല്ല, എത്ര ബുദ്ധിപൂർവം അവൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. എല്ലാവരോടും വഴക്കിടുന്ന സ്ത്രീ ശക്തയല്ല. എല്ലാവരെയും ഭയക്കുന്ന സ്ത്രീയും ശക്തയല്ല. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം, ആരെ വിശ്വസിക്കണം, ആരിൽ നിന്ന് അകലം പാലിക്കണം, എപ്പോൾ ചെലവഴിക്കണം, എപ്പോൾ സംരക്ഷിക്കണം, എപ്പോൾ വിട്ടുകൊടുക്കണം, എപ്പോൾ ഉറച്ചു നിൽക്കണം എന്നറിയുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ കൗശലമുള്ളത്. ഇതിലാണ് ചാണക്യന്റെ ചിന്തയുടെ യഥാർത്ഥ ശക്തി. അദ്ദേഹം നമ്മോട് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനല്ല, ആദ്യം നമ്മെത്തന്നെ നിയന്ത്രിക്കാനാണ്. നിങ്ങൾ ഈ 12 സൂത്രങ്ങളെ വീണ്ടും ഓർത്തുനോക്കൂ. തുടർന്ന് ആ 12 കാര്യങ്ങൾ. പക്ഷേ ഈ കഥയുടെ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ 12 കാര്യങ്ങളും ജീവിതത്തിൽ നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരുപക്ഷേ നിങ്ങളുടെ വീട് ഉടൻ മാറില്ല. ഭർത്താവിന്റെ സ്വഭാവം ഒരു രാത്രി കൊണ്ട് മാറില്ല. ബന്ധുക്കളുടെ പെരുമാറ്റം മാറില്ല. സാമ്പത്തിക സ്ഥിതി ഒരു ദിവസം കൊണ്ട് മെച്ചപ്പെടില്ല. പക്ഷേ ഒരു കാര്യം മാറും. നിങ്ങളുടെ പ്രതികരണം മാറും. മുമ്പ് നിങ്ങളെ തകർത്തിരുന്ന ഒരു വാക്ക് ഇനി അത്ര ശക്തമായി ബാധിക്കില്ല. മുമ്പ് ഭയപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം ഇനി നിങ്ങൾ ശാന്തമായി വിശകലനം ചെയ്യും. മുമ്പ് എല്ലാവരോടും പറഞ്ഞിരുന്ന കാര്യം ഇനി ആരോട് പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കും. മുമ്പ് ആവേശത്തിൽ ചെലവഴിച്ച പണം ഇനി 2 തവണ ആലോചിച്ച് ചെലവാക്കും. മുമ്പ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരുന്ന നിങ്ങൾ സ്വന്തം തീരുമാനത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ മാറ്റം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നാം. പക്ഷേ അകത്ത് ഒരു പുതിയ വ്യക്തി രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കും, കൗശലത്തോടെ ജീവിക്കുക എന്നത് കഠിനഹൃദയയാകുക എന്നല്ല, ആരെയും വിശ്വസിക്കാതിരിക്കുക എന്നുമല്ല, കുടുംബത്തെ സ്നേഹിക്കാതിരിക്കുക എന്നുമല്ല. അതിന്റെ യഥാർത്ഥ അർത്ഥമിതാണ്: സ്നേഹിക്കുക, പക്ഷേ സ്വയം നഷ്ടപ്പെടുത്താതെ; സഹായിക്കുക, പക്ഷേ സ്വയം തകർക്കാതെ; വിശ്വസിക്കുക, പക്ഷേ കണ്ണടച്ചല്ല; ചെലവഴിക്കുക, പക്ഷേ ഭാവിയെ മറന്നല്ല; ക്ഷമിക്കുക, പക്ഷേ ഒരേ തെറ്റ് ആവർത്തിക്കാൻ മറ്റൊരാൾക്ക് അനുമതി നൽകാതെ; മിണ്ടാതിരിക്കുക, പക്ഷേ ഭയത്താലല്ല; സംസാരിക്കുക, പക്ഷേ കോപത്താലല്ല; നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക, പക്ഷേ അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെയും സംരക്ഷിക്കുക. കാരണം പല വീടുകളിലും ഏറ്റവും കൂടുതൽ കരുതൽ ലഭിക്കേണ്ട വ്യക്തി തന്നെയാണ് ഏറ്റവും അവസാനം സ്വന്തം കാര്യം ഓർക്കുന്നത്. അവൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു, എല്ലാവരുടെയും വിഷമം കേൾക്കുന്നു, എല്ലാവരുടെയും ആവശ്യങ്ങൾ ഓർക്കുന്നു. എന്നിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ വരാം: എന്നെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്? ഒരുപക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരാൾ നൽകേണ്ടതില്ല. അത് നിങ്ങൾ തന്നെ നൽകേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സമാധാനത്തിന് വിലയുണ്ട്. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. നിങ്ങളുടെ അറിവിന് വിലയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് അതിലും വലിയ വിലയുണ്ട്. ചാണക്യന്റെ ഏറ്റവും ആഴത്തിലുള്ള പാഠം ഒരുപക്ഷെ ഇതുതന്നെയാണ്: ജീവിതത്തിൽ ശക്തനായ വ്യക്തി എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവനല്ല, എല്ലാവരെയും കീഴടക്കുന്നവനുമല്ല. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനും കഴിയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ശക്തൻ. അതിനാൽ ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം മാത്രം വരുത്തൂ. എല്ലാ കാര്യത്തിനും ഉടൻ പ്രതികരിക്കേണ്ടതില്ല. ആദ്യം നിരീക്ഷിക്കുക, പിന്നെ ചിന്തിക്കുക, അതിനുശേഷം തീരുമാനിക്കുക. കാരണം ഒരിക്കൽ നിങ്ങൾ ഈയൊരു ശീലം സ്വന്തമാക്കിയാൽ നിങ്ങളെ എളുപ്പത്തിൽ വേദനിപ്പിക്കാനും വഞ്ചിക്കാനും നിയന്ത്രിക്കാനും മറ്റുള്ളവർക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ വെറും ഒരു വീട്ടമ്മയല്ല, ഒരു കുടുംബത്തിന്റെ ഹൃദയം മാത്രമല്ല, സ്വന്തം ജീവിതത്തിന്റെ തന്ത്രജ്ഞയായി നിങ്ങൾ മാറുകയാണ്. ഒരുപക്ഷെ അതാണ് യഥാർത്ഥ ചാണക്യസൂത്രം. ലോകത്തെ മാറ്റുന്നതിനു മുമ്പ് സ്വന്തം ചിന്തയെ മാറ്റുക.
മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിനു മുമ്പ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചമാകുന്നതിനു മുമ്പ് സ്വന്തം ഉള്ളിലെ വിളക്ക് അണയാതെ സൂക്ഷിക്കുക. കാരണം ഒരു വീട്ടിന്റെ സമാധാനം പലപ്പോഴും വലിയ സമ്പത്ത് കൊണ്ടല്ല നിലനിൽക്കുന്നത്. അത് നിലനിൽക്കുന്നത് വിവേകമുള്ള ഒരു മനസ്സുകൊണ്ടാണ്. ആ മനസ്സൊരു വീട്ടമ്മയുടേതാണെങ്കിൽ ആ വീട്ടിന്റെ ഭാവിയും മാറാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ ചാണക്യസൂത്രങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.